മെഷീൻ ലേണിങ്ങിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടാവും. വാട്ട് വി വിൽ ബി ഡൂയിങ് ഈസ് വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ മാക്സിമം ഓർ മിനിമം ഓഫ് ദാറ്റ് ഫങ്ഷൻ. ആ ഫങ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. മെഷീൻ ലേണിങ്ങിൽ നമ്മൾ ഫങ്ഷൻ്റെ മാക്സിമം അല്ല കണ്ടുപിടിക്കേണ്ടത്, ഫങ്ഷൻ്റെ മിനിമം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെഷീൻ ലേണിങ്ങിൽ ജനറലി മെഷീൻ ലേണിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിലെല്ലാം ആ ഫങ്ഷൻ്റെ മിനിമം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ ആണ്. കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ബെസ്റ്റ് വേരിയബിൾസ് ഫോർ എ ഗിവൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെൻ ദ പാരാമീറ്റേഴ്സ് ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ എ കണ്ടിന്യൂസ് റേഞ്ച്. അതായത് നമ്മുടെ ഫംഗ്ഷൻ്റെ വേരിയബിളിന് ഒരു കണ്ടിന്യൂസ് റേഞ്ചിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഒപ്റ്റിമൈസേഷനിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഒന്നിൽ കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ, ഡിസ്ക്രീറ്റ് ഒപ്റ്റിമൈസേഷനിൽ വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷനിൽ കണ്ടിന്യൂസ് വാല്യൂസ് ആണ് വേരിയബിളിന് എടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒപ്റ്റിമൈസേഷൻ തന്നെ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷനും ഉണ്ട്, അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷനും ഉണ്ട്. അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ വേരിയബിൾസിൽ നമുക്കൊരു കൺസ്ട്രെയിൻ്റ് ഒന്നുമില്ല. ബട്ട് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷനിൽ യൂഷ്വലി ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ 1നും 100നും ഇടയ്ക്ക് ആകാൻ പാടുള്ളൂ. പക്ഷേ അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷനിൽ അങ്ങനെ ഒരു കൺസ്ട്രെയിൻ്റ് ഇല്ല. എക്സിൻ്റെ വാല്യൂ -∞ തൊട്ട് +∞ വരെ ഏതെങ്കിലും വാല്യൂ ആകുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഒപ്റ്റിമൈസേഷനെ നമുക്ക് തിരിക്കാൻ പറ്റും. മെഷീൻ ലേണിങ്ങിൽ വാട്ട് വി വിൽ ബി ഡൂയിങ് ഈസ് finding the minimum. അതായത് നിങ്ങൾക്ക് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ഫൈൻഡിങ് ദ മിനിമം ഓഫ് എ ഫംഗ്ഷൻ. ഫംഗ്ഷനിലെ ഏത് പോയിന്റിലാണ് ആ ഫംഗ്ഷൻ മിനിമം ആണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് എ ഫംഗ്ഷൻ L of x equal to x raised to 4 plus 7x cube plus 5x square minus 17x plus 3. നമ്മൾ സാധാരണഗതിയിൽ +2 പഠിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ L of x എന്ന് എഴുതിയേക്കുന്നത്, അതായത് വേരിയബിൾ x ആണ്. ഇത് 4th ഡിഗ്രി ഫംഗ്ഷനാണ്, ഒറ്റ വേരിയബിളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏത് വാല്യൂവിനാണ്, ഫോർ വിച്ച് വാല്യൂ ഓഫ് എക്സ് L of x ഈസ് മിനിമം. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പാടായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, പ്ലോട്ട് ചെയ്ത് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ പ്ലോട്ട് ചെയ്തിട്ട് കുറച്ച് സ്കെയിൽ ചെയ്തിരിക്കുന്ന ഒരു ഫിഗറാണ്. ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് നേരെ താഴോട്ടിറങ്ങി മുകളിലോട്ട് പോയി പിന്നെ താഴോട്ടിറങ്ങി അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ജനറലി നമ്മൾ ഒപ്റ്റിമൈസേഷൻ വ്യൂവിൽ നോക്കുവാണെങ്കിൽ രണ്ട് മിനിമം ഉണ്ട്. ഏകദേശം ഈ പോയിന്റിൽ ഒരു മിനിമം വാല്യൂ വരുന്നുണ്ട്, ഈ പോയിന്റിലൊരു മിനിമം വാല്യൂ വരുന്നുണ്ട്, ഈ പോയിന്റിലൊരു മാക്സിമം വാല്യൂ വരുന്നുണ്ട്. അപ്പം ഇത് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് തീരുമാനിക്കുന്നത്, ഒരു പോയിന്റ് എടുത്തിട്ട് അത് മിനിമം ആണോ മാക്സിമം ആണോ അല്ലെങ്കിൽ മിനിമം ആണോ മാക്സിമം ആണോ എന്ന് തീരുമാനിക്കാൻ എളുപ്പമാണ്. എൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, 0 ഇക്വേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ഡെറിവേറ്റീവ് എടുത്തിട്ട് 0 ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലോപ്പ് 0 ആകുന്ന പ്ലേസസ് എവിടെയാണെന്നുള്ളതാണ്. അപ്പം ഈ ക്യൂബ് പ്ലസ് 21x സ്ക്വയർ പ്ലസ് 10x മൈനസ് 17, പിന്നെ കോൺസ്റ്റന്റ് ടൈം ആണ്, അപ്പോൾ അത് 0 ആയി പോകും, -17.
അപ്പം ഇത് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ഇതിനെ സോൾവ് ചെയ്യുക. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ക്യൂബിക് ഇക്വേഷനിൽ 3 റൂട്ട്സ് ഉണ്ടാവും. -1.4 ആൻഡ് 0.7 ഇതാണ് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. -4 ആണ് മിനിമം അല്ലെങ്കിൽ ഏതാണ് മാക്സിമം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് യു ക്യാൻ ഡു. നമ്മുടെ സ്കൂളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. സോ വിൽ ബി ടേക്കിംഗ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ്. That is d square L of x by dx square. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ 4x³ 12x square പ്ലസ് 42x പ്ലസ് 10 എന്നെടുക്കുക. എന്നിട്ട് ഈ കിട്ടിയ 3 വാല്യൂസ് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 45.2. ഇത് രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതനുസരിച്ച് അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ലോക്കൽ മിനിമം. ഇത് നെഗറ്റീവ് ആണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇത് നെഗറ്റീവ് ആണ്. ഇത് ലോക്കൽ മാക്സിമം ആണ്. അതായത് -1.4 മാക്സിമവും -1.4 ഓക്കെ -1.4 എന്ന് പറയുമ്പോൾ ഇവിടെ അത് മാക്സിമവും ബാക്കി രണ്ടിലും മിനിമം ആയിരിക്കും. പക്ഷെ മെഷീൻ ലേണിങ്ങിലോട്ട് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷൻ ഇത്ര സിമ്പിൾ അല്ല. 2 തരത്തിൽ മാറ്റം വരാം. ഡിഗ്രി വളരെ കൂടുതലാകാം. നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻവോൾഡും വളരെ കൂടുതലാകാം. അങ്ങനെ വരുമ്പം ഇപ്പം എക്സ് മാത്രമായിരിക്കത്തില്ല വേരിയബിൾ. എക്സ്, വൈ, സെഡ് അങ്ങനെ ഒരു 100 വേരിയബിൾസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈവൻ ഇഫ് യു ആർ ട്രൈങ് ടു ഡൂ ഇറ്റ് ഇൻ കമ്പ്യൂട്ടർ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇഫ് ദ ഫങ്ഷൻ ഈസ് വെരി കോംപ്ലെക്സ് വാട്ട് വി ഹാവ് ഈസ് എ ടെക്നിക് കോൾഡ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്. അപ്പം അങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് വരുന്നത്. ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ടേക്കിംഗ് എ വാല്യൂ, എ റാൻഡം വാല്യൂ. പോയിന്റിൽ ഞാനൊരു പോയിന്റ് എടുക്കുന്നു, ഇവിടുത്തെ ഗ്രേഡിയൻ്റ് എടുക്കുന്നു. ഇവിടുത്തെ ഗ്രേഡിയൻ്റ് എടുക്കുമ്പം അതായത് സ്ലോപ്പ് ഇറ്റ് പോയിൻറ്റ്സ് ഡൗൺവേർഡ്സ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോഴത്തെ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറച്ചുകൂടെ താഴോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഐ വിൽ ബി അഡ്ജസ്റ്റിംഗ് ദാറ്റ്. എന്നിട്ട് അടുത്ത പോയിന്റ് എനിക്ക് കിട്ടും. ആ അടുത്ത പോയിന്റിൽ ഞാൻ ഗ്രേഡിയൻ്റ് എടുക്കുന്നു. അപ്പം എനിക്ക് പിന്നെ മനസ്സിലാവും ഞാൻ ഗ്രേഡിയൻ്റ് ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ താഴോട്ട് പോകണം. അഗെയിൻ അടുത്ത പോയിന്റിൽ ഞാൻ എൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിയുമ്പം നമുക്ക് ഈ സ്ലോപ്പ് ഇതിൻ്റെ സ്റ്റീപ്നെസ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഏറ്റവും താഴെ വരും തോറും സ്റ്റീപ്നെസ് കുറഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോൾ സ്റ്റീപ്നെസ് അത് 0 ആവും. അപ്പോൾ നമുക്ക് ഇത് നിർത്താൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്തു പോകുന്ന ഒരു മെക്കാനിസമാണ് ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. So you can write the gradient descent algorithm as we will be trying to minimize a function, minimize f of x, minimize x such that f of x and meaning minimize f of x, minimize yeah. What you will be doing is we are also assuming that f of x is a function from RD to R. ഈ RD to R എന്ന് എഴുതിയിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡി ഡയമെൻഷണൽ റിയൽ വേരിയബിൾ ടു എ റിയൽ വേരിയബിൾ, അങ്ങനെയാണ് എഫ് ഓഫ് എക്സ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ വി അസ്യൂം ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. എഫ് ഈസ് എല്ലാ പോയിന്റിലും തന്നെ നമുക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓർ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. So we'll be starting with from a point called
x0 നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന പോയിന്റ് x0 ആണെന്ന് അസ്യൂം ചെയ്യുക. So in gradient descent, what we will be doing is we will be updating the value of x0 such that the new value of x is x1, which is equal to x0 minus gamma times delta of this delta means inverted delta ആണ്. That means partial derivative of f with respect to x0. This is the equation for gradient descent. So the new value of x1 is x0 minus gamma times partial derivative of f of x0. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് എ ന്യൂ വാല്യൂ ദാറ്റ് ഈസ് ക്ലോസ് ടു മിനിമം. ഇതിനെ വാട്ട് ഗ്രേഡിയന്റ് ഡിസെൻഡിങ്ങിൽ വാട്ട് വി വിൽ ബി ഡൂയിങ് ഈസ് വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ദിസ് ഈക്വേഷൻ നമ്മൾ ഫോർ 100 ടൈംസ് ഓർ സം 1000 ടൈംസ് അങ്ങനെ ചെയ്യാം. n നമ്പർ ഓഫ് ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യാം ദിസ് പ്രോസസ്. ന്യൂ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു ഓൾഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് ഗാമ ടൈംസ് ഡെൽറ്റ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് സീറോ. ഇതിൻ്റെ അകത്ത് ഈ ഗാമ എന്ന് പറയുന്നത് സ്റ്റെപ്പ് സൈസ് ഓർ മെഷീൻ ലേണിംഗിൽ വിൽ ബി കോളിംഗ് ഇറ്റ് ബൈ ദ നെയിം ലേണിംഗ് റേറ്റ് എന്ന് വിളിക്കും. ലേണിംഗ് റേറ്റ് കൂടുതൽ ഇടുവാണെങ്കിൽ ഗാമ ടൈംസ് ആണ്, സ്റ്റെപ്പ് സൈസ് കൂടിപ്പോവും. ഒത്തിരി ലേണിംഗ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ മിനിമത്തിന് അപ്പുറത്തോട്ട് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ലേണിംഗ് റേറ്റ് ഒത്തിരി അടുത്താണെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ മൂവ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും, അതെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. സോ ദർ ഷുഡ് ബി സം ഒപ്റ്റിമം വാല്യൂ. യൂഷ്വലി നമ്മൾ 0.01 എന്നൊക്കെയാണ് ലേണിംഗ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗിൽ. പ്രാക്ടിക്കൽ മെഷീൻ ലേണിംഗിൽ നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലേണിംഗ് റേറ്റ് വിൽ ബി യൂഷ്വലി 0.01 അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് n ടൈംസ് ഇത് റൺ ചെയ്യാം. അപ്പം പലപ്പോഴും ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി ചെക്കിംഗ് ദ വാല്യൂ ഓഫ് x1 ആൻഡ് x0. x1ഉം x0യും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാണെങ്കിൽ, if it is less than 0.001, we can say stop the ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ഇക്വേഷൻ റൺ ചെയ്യാനുള്ള സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് n ടൈംസ് റൺ ചെയ്യാൻ വേണ്ടി പറയാം. അതർവൈസ് ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എക്സ്, there is only a very small change in the value of x, then you can say stop the algorithm. That is half x1 x2. യൂഷ്വലി വാട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഹാഫ് x1 x2 ട്രാൻസ്പോസ് 2 1 120 x1 x2 minus 5 3 ട്രാൻസ്പോസ് x1 x2. ഇത് ഏത് ഫംഗ്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടി you need to multiply this. I have done that, and I can say that f of x1 x2 equal to that is equal to x1 square plus x1 x2, x1 square plus x1 x2, x1 square plus x1 x2 plus 10 x2 square minus 5 x1 minus 3 x. ആ ഫംഗ്ഷന്റെ മെട്രിക് ഫോമാണ് ഈ മുകളിൽ കൊടുത്തേക്കുന്നത്. സോ യു ഹാവ് ഫംഗ്ഷൻ ലൈക്ക് ദിസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ഐ പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഓഫ് ഐ ഓൾഡ് വാല്യൂ മൈനസ് ഗാമ ടൈംസ്
delta partial derivative of f with respect to x of I. അപ്പോൾ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സേ ഫോർ 100 ടൈംസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ന്യൂ വാല്യൂ ഓഫ് എക്സ്, അതായത് x1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓൾഡ് വാല്യൂ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓൾഡ് വാല്യൂ മൈനസ് ഗാമ ടൈംസ്, ഗാമ നമുക്ക് ലേണിംഗ് റേറ്റ് ആണ്, യു ക്യാൻ പുട്ട് ഇറ്റ് 0.01 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. You need to calculate this partial derivative of f with respect to xi. So you need to calculate delta f of x1 x2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ബി 2 into 1/2 into x1 x2 x transpose a 120 minus x transpose then 53 transpose x1 x2 എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു x1 x2 എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ടൈം ആയിട്ട്, ദിസ് യു ക്യാൻ കൺസിഡർ ആസ് കോൺസ്റ്റന്റ് ടൈം. സോ ദിസ് വിൽ ബി 53 ട്രാൻസ്പോസ്. ഇത് ദിസ് വിൽ ക്യാൻസൽ ഔട്ട്. സോ ദിസ് വിൽ ബി x1 x2 ട്രാൻസ്പോസ് 120. That is a partial derivative. So you got that. After this we need to calculate the new value of x1 x2 as we need to start from a point. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് x0 is -3 -1. x0 is minus, you will be starting from x0 as -3 -1 transpose x0. So that will be x1 equal to x0. x0 is -3 -1 transpose minus learning rate. Here they have taken 0.085 times delta f x1 x2 that we have already taken. That is, will be getting is new x1 equal to x subscript 1 ആണ്. x subscript 1 equal to minus 1.98 1.21 ട്രാൻസ്പോസ്. അഗെയിൻ ഇത് നമുക്ക് ഒന്നുകൂടെ ചെയ്യണം. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയത് x1 ആണ്. അപ്പം x2 ഈക്വൽ ടു x1 മൈനസ് ഗാമ ടൈംസ് ഡെൽറ്റ എഫ് ഓഫ് എക്സ്. യു നീഡ് ടു ഡു ദിസ്. അപ്പോൾ നമുക്ക് x2 കിട്ടും. x2 if you do like that, x2 you will be getting minus 1.32 minus 0.42 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x2 കിട്ടി. That will be a better guess compared to x1. Then you will be calculating x3. x3 equal to x2 minus gamma times delta times f of x. Likewise, among x3 you will be getting x4. You can say that do this for 100 times or there is no change between x. Okay, ഇതാണ് പ്ലോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ ഫംഗ്ഷന്, നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x1 x2 ഒക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഫംഗ്ഷൻ പോലെ ഒരു 1 ഡയമെൻഷണൽ പ്ലോട്ടായിട്ട് വരയ്ക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് 2 വേരിയബിൾ ഉണ്ട്. ഇവിടെ x1 മാത്രമേ ഉള്ളൂ, x മാത്രമേ ഈ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 3 ഡയമെൻഷനിൽ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലോട്ടാണ് കോണ്ടൂർ പ്ലോട്ട് എന്ന് പറയുന്നത്. കോണ്ടൂർ പ്ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ തിങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഫിഗറിനെ 1 ഡയമെൻഷനിലോട്ട് മാപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് 3 -1 x1ന്റെ വാല്യൂ -3ലും x2ന്റെ വാല്യൂ -1ലുമാണ്. അതായത് നമ്മൾ ഈ പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ x1 x2ന്റെ വാല്യൂ ഇവിടെ എത്തി. അതിനുശേഷം അത് താഴോട്ട് പോയി സിക്സ് ആക്ക് മാനറിൽ അത് മൂവ് ചെയ്യുന്നു. റേഡിയൻ ഡിസെൻറ്റ് മുകളിലോട്ട് പോയി താഴോട്ട് പോയി
അങ്ങനെ അവസാനം ഇങ്ങനെയുള്ള കോണ്ടൂർ പ്ലോട്ടിന്റെ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഇതിന്റെ നടുക്കായിരിക്കും. അപ്പം ഇത് ഏത് പോയിന്റിലാണോ എത്തിച്ചേരുന്നത് അതായിരിക്കും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഈ പോയിന്റ് ആണ് മിനിമം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സംതിങ് ബിറ്റ്വീൻ 2നും 4നും ഇടയ്ക്കൊക്കെ ഉള്ളൊരു വാല്യൂ ആണ്. ഒരു 2 പോയിന്റ് സംതിങ് ആണ് x1ന്റെ വാല്യൂ. x2ന്റെ വാല്യൂ 0 പോയിന്റ് സംതിങ് ആണ്. ഇപ്പോൾ 2 പോയിന്റ് സംതിങ് x2 0 പോയിന്റ് സംതിങ്ങിലാണ് ഈ ഫംഗ്ഷൻ ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. അത് ഗ്രേഡിയന്റ് ഡിസെൻറ്റ് വഴി ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം റണ്ണിങ് ദാറ്റ് ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദ ഗ്രേഡിയന്റ് ഡിസെൻറ്റ് വിൽ ബി വർക്കിംഗ് ലൈക്ക് ദിസ്. അതൊരു മാത്പ്ലോട്ലിബ് വെച്ചിട്ട് ആനിമേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ വിൽ ബി റിലേറ്റീവ്ലി സ്മോൾ കൊടുത്തെന്ന് വിചാരിക്കുക. സോ ഇഫ് യു ഗീവ് ലേണിംഗ് റേറ്റ് എസ് സ്മോൾ, അങ്ങനെയാണെങ്കിൽ ആണ് ഇത് മൂവ്മെൻറ്റ് ഈസ് സ്റ്റെപ്പ് സൈസ് സ്റ്റെപ്പ് ചെയ്യുന്നത് കുറവായിരിക്കും. അടുത്തടുത്ത മൂവ് ചെയ്തിട്ടാണ് നമ്മൾ മിനിമത്തിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഗ്രേഡിയൻ്റ് ഡിസെൻറ്റിൽ തന്നെ ചില വേരിയൻസ് ഉണ്ട്. വൺ ഈസ് ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ് വിത്ത് മൊമെൻറ്റം. ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ് വിത്ത് മൊമെൻറ്റം എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾ നേരത്തെ കണ്ട ഫിഗറിൽ വാട്ട് യു ക്യാൻ സീസ് നമുക്കൊരു 6 ആക്ക് മാനറിലാണ് ഗ്രേഡിയൻ്റ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ കാണുന്നത്. അല്ല, ഗ്രേഡിയൻ്റ് മൂവ് ചെയ്യുന്നത്, പോയിന്റ്സ് മൂവ് ചെയ്യുന്ന ഒരു 6 ആക്ക് മാനറിലാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റ് സ്മൂത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ് വിത്ത് മൊമെൻറ്റം എന്ന് പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓഫ് ഐ പ്ലസ് ആൽഫ ടൈംസ് ആൽഫ ഈസ് അനദർ പാരാമീറ്റർ ഓർ സ്മൂത്തിങ് പാരാമീറ്റർ എന്ന് വിളിക്കാറുണ്ട് ഇതിന്. ആൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് ബിറ്റ്വീൻ 0 and 1. Alpha times delta of xi, where delta of xi equal to xi minus xi minus 1. അപ്പം ഗ്രേഡിയൻ്റ് ഡിസെൻറ്റിൽ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിൽ വാട്ട് വിൽ ബി ഡൂയിങ് ഈസ് we will be calculating the loss and we need to, നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ആ ലോസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ലോസ് എപ്പോഴും കുറയ്ക്കണം. അപ്പോൾ ലോസ് മിനിമൈസ് ചെയ്യാൻ തക്ക പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി പല മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എൽ ഓഫ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. വെക്ടർ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ ലാർജ് നമ്പർ ഓഫ് വേരിയബിൾസ്. നമ്മൾ സാധാരണ ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ലാർജ് നമ്പർ ഓഫ് വേരിയബിൾസ് വേണേൽ അസ്യൂം ചെയ്യാം. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഇറ്റ് ഈസ് എ വെക്ടർ ഓഫ് പാരാമീറ്റേഴ്സ്. ഇറ്റ്സ് എ വെക്ടർ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പം തീറ്റേനെ നിങ്ങൾക്ക് x1 x2 ഈസ് മെയ്ഡ് അപ്പ് ഓഫ് x1 x2 x3 y1 y2 y3 അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. What we will be doing is we need to find out ln of theta where n equal to 1 to n. Usually this n എന്ന് പറയുന്നത് number of samples will be much higher. 1000 സാമ്പിളോ 1,00,000 സാമ്പിളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോന്നിൻ്റെ എടുത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് സം ചെയ്യുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ നമ്മൾ GPU ഒക്കെ ഉപയോഗിച്ചാലും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ട് വി ക്യാൻ ഡു ഈസ് നമുക്ക് ഒരു എന്നിൽ അപ്പോൾ ഇതൊരു 1,00,000 സാമ്പിളാണെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്തൊരു 100 എണ്ണത്തിൻ്റെ എടുക്കാം. 100 എണ്ണത്തിൻ്റെ എടുത്ത് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. Approximating the gradient is useful as long as it points to roughly the same direction as true gradient.
Standard gradient descent is a batch optimization method. Batch optimization method means നമ്മുടെ കയ്യിലുള്ള എല്ലാ സാമ്പിളിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ന്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓർ we can say that in the case of normal gradient descent, optimization is performed using the full training set. But in the case of stochastic gradient descent, നമ്മൾ തന്നെ SGD എന്ന് വിളിക്കാറുണ്ട്. സ്റ്റോക്കാസ്റ്റിക് അതിൻ്റെ ഷോർട്ട് ഫോമാണ് സ്റ്റോക്കാസ്റ്റിക് SGD. SGDയിൽ നമ്മളൊരു സബ്സെറ്റ്, നമ്മുടെ ട്രെയിനിങ് സാമ്പിൾസിൻ്റെ ഒരു സബ്സെറ്റ് എടുത്തിട്ട് അതിലാണ് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ